അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നട്ടി ബബിൾ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ നട്ടി ബബിൾ കേക്ക് എന്ന് പറയുന്നത് ബൂസ്റ്റും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ സ്പഞ്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പാക്കറ്റിലുള്ള വാങ്ങാതെ നമ്മുടെ ബോട്ടിലുള്ള ബൂസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വാങ്ങാൻ നോക്കണം കേട്ടോ. പാക്കറ്റിൽ വാങ്ങുമ്പോഴത്തേക്ക് എനിക്ക് 2-3 തവണ ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് കേക്ക് ഒരുപാടങ്ങ് താഴ്ന്നു പോകും. അതായത് ആ ബൂസ്റ്റ് പുറത്തിരിക്കുമ്പോൾ ഒരുപാടങ്ങ് മെൽറ്റായി പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ എനിക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. രണ്ടിനും ക്വാളിറ്റി വ്യത്യാസം കേട്ടോ, നമ്മുടെ കവറിലുള്ളതും അല്ലാതെ ബോട്ടിലുള്ളതും. അപ്പോൾ ബോട്ടിൽ വാങ്ങുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് വെക്കാം. ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് സീവ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ടതുകൊണ്ടേ 2-3 തവണ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് വെക്കാം. ഇത് പാടായിരിക്കും ഒന്ന് അരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്, അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു സ്പൂണെങ്ങാനും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് നമ്മൾ എഗ്ഗ് 4 മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. കേക്ക് നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഹൈറ്റായിട്ട് കിട്ടും ഇങ്ങനെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ബാക്കി ആ വരുന്ന ബൂസ്റ്റ് നമ്മളെടുത്ത് മാറ്റാണ് ചെയ്യുന്നത്. അത് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അതാണ്ട് ഞാൻ മുട്ടയുടെ വെള്ളയും പിന്നെ എന്താണ് എഗ് യോക്കും എഗ് വൈറ്റുമായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് എഗ് വൈറ്റിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചിട്ട് ഒരു പകുതി എഗ് വൈറ്റ്സിലേക്കും പകുതി എഗ് യോക്സിലേക്കും ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഞാൻ ബീറ്ററിൽ ഹൈ സ്പീഡ് ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യണേ. ഇനി ഇതിനകത്ത് ഒന്നിട്ട് കൊടുക്കണം. നമ്മൾ പഞ്ചസാരയും ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ബൗൾ തിരിച്ച് പിടിക്കുമ്പോൾ താഴേക്ക് വന്ന് വീഴാത്ത പരുവാകുമല്ലോ, ആ ഒരു പരുവാകുന്നവരെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല വൈറ്റ് കളറായിട്ടൊക്കെ വരും, നല്ല വൈറ്റ് കളർ നല്ല പീക്കായിട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കണം ബീറ്റ് ചെയ്യണത്. ഒരിക്കലും നമ്മൾ ഒരു തവണ ബീറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. സെയിം ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ. അതാണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇത് താഴേക്കൊന്നും വീഴുന്നില്ല. ഇനി നമുക്ക് നമ്മൾ 4 മുട്ടയുടെ എഗ്ഗ് യോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ പകുതിയോളം പൊടിച്ച പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതിൽ നമ്മൾ എസൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മുട്ടയുടെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇതിൽ നമ്മൾ വാനില എസൻസ് 1 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇത് നല്ലൊരു ക്രീം പരുവത്തിലാവണം. ഒരു ഡാർക്ക് കളറുള്ള ഒരു യെല്ലോ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് യെല്ലോ വരുന്നത് വരെ, ഒരു യെല്ലോയുടെയും വൈറ്റ് കളറിൻ്റെയും ഒരു ഷെയ്ഡ് വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഹൈ സ്പീഡ് ഇട്ട് തന്നെ ബീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഗ്ഗ് സെപ്പറേറ്റ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നത് എന്തിനാണെന്ന്. എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പം കേക്കിന് കുറേ കൂടെ ഒരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ഹൈറ്റും കിട്ടും നമുക്ക്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാവേ. ഹൈ സ്പീഡ് ഇട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നല്ല ക്രീമി പരുവാകുന്നത് വരെ എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും സെയിം ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്യുക. ഡയറക്ഷൻ മാറ്റിയിട്ട് ബീറ്റ് ചെയ്യരുത്, സെയിം ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ എങ്ങനെയാണ് ചേഞ്ചസ് ആയിട്ട് ഏത് കളറിലായിട്ടാണ് വരുന്നതെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഒരു വൈറ്റ് കളറായിട്ട് വരുന്നുണ്ടോ? ഈ ഒരു പരുവാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കും. കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് എണ്ണയാണ്. എന്നിട്ട് 1 എന്ന് പറയുന്ന സ്പീഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, അപ്പോഴങ്ങ് നിർത്തുക. ഓക്കെ. ഓക്കെ. ഇനി സ്പാച്ചിൽ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എഗ് വൈറ്റ്സ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ല, ആ എഗ് വൈറ്റ്സ് കുറേച്ചായിട്ട് ഇട്ടിട്ട് ഇത് പൊട്ടിപ്പോകരുത് കേട്ടോ. പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കാം. ആ എഗ് വൈറ്റ്സ് പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഞാൻ മിക്സ് ചെയ്യുന്നത് കണ്ടോ, നല്ല പൊങ്ങിയാണ് ആ ബാറ്റർ, നല്ല പൊങ്ങിയാണ് ഇരിക്കുന്നത്. കണ്ടോ, വീണ്ടും എന്ത് ചെയ്യുക, ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മിക്സ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും കേട്ടോ കേക്ക് ഹാർഡായി പോകുന്നതൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ടോ, ഇത് ബാറ്റർ നല്ല പൊങ്ങിയാണ് ഇരിക്കുന്നത്, നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് തന്നെ അപ്പോൾ കിട്ടും നമുക്ക് കേക്ക്. കണ്ടോ, ഇത് നമ്മൾ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ എഗ് വൈറ്റ്സ് നമ്മൾ പൊട്ടിപ്പോകാൻ പാടില്ല. അതായത് നമുക്ക് എത്രത്തോളം സോഫ്റ്റ്നെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റ്നെസ് ആയിട്ട് തന്നെ ചെയ്യാം.
നമ്മൾ കുഞ്ഞു മക്കളെയൊക്കെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? നല്ല അതായത് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട്, അതായത് നമ്മൾ കൈക്ക് ഒരുപാട് അങ്ങ് ബലം കൊടുക്കുക, ആ ഒരു രീതിയിലൊക്കെ അല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാറ്റർ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും കയ്യിലങ്ങ് ഇറുക്കി അങ്ങ് പിടിക്കില്ല, നമ്മൾ നല്ല സോഫ്റ്റ്നെസ് ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതേ കണക്ക് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കുമ്പോഴും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുന്ന രീതി കണ്ടോ, താഴേക്ക് ഞാൻ വരച്ചിട്ട് അത് ഇങ്ങനെ താഴേക്ക് ഞാൻ ഇങ്ങനെ 2-3 വര വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നു, താഴേക്ക് 2-3 ഇങ്ങനെ വര വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്ന ആ ഒരു രീതിയിൽ. ഇത് നിങ്ങൾ മിക്സിങ് ശരിയാവാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കേക്ക് ഹാർഡായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിങ് ശരിയാക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അടുത്ത 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നോർമൽ ടെമ്പറേച്ചറിലുള്ള മിൽക്ക് തന്നെ മതി. പിന്നെ നിങ്ങൾ നമ്മൾ കേക്ക് ചെയ്യുമ്പം എന്ത് ഇൻഗ്രീഡിയൻസ് എടുത്താലും അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഇനി ബാക്കിയിരിക്കുന്ന ഫുൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ നമുക്ക് നല്ല സോഫ്റ്റ്നെസ് ആയിട്ട്, നേരത്തെ ഞാൻ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുക ആ ഒരു സെയിം ഹൈറ്റിൽ തന്നെയാണ് ഇപ്പോഴും ബാറ്റർ നിൽക്കുന്നുണ്ടോ. അത് ഒരുപാട് ചുരുങ്ങി പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഓവർ മിക്സിംഗ് ആയ ഇത് മൊത്തം താഴ്ന്നു പോകും കേട്ടോ. ഈ ബാറ്റർ മൊത്തം താഴ്ന്നു പോയിട്ട് ബൗളിലെ ഏതെങ്കിലും ഒരു ചെറിയൊരു അറ്റത്ത് പോയി കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ നമ്മുടെ ഓവന് ഒരു 10 മിനിറ്റത്തേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു ടൈം ആയി കാണും. അപ്പോൾ ഇത് നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം, കണ്ടോ, റിബൺ വന്ന് വീഴുന്ന കണക്കായിരിക്കണം. ഇങ്ങനെ ആയാൽ നമ്മുടെ കേക്ക് അടിപൊളി സ്പഞ്ചായിട്ട് കിട്ടുമെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് കൂടെ ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് പൊങ്ങി വരത്തില്ല. ഇവിടെ ആയിട്ട് എയർ ബബിൾസ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താലും ആ ഒരു എയർ ബബിൾസ് പൊട്ടിക്കോളും. ഞാൻ ഈ വീഡിയോ ഒട്ടും സ്പീഡില്ലാതെ ഫുള്ളായിട്ട് എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇനിയും കേക്ക് ആർക്കെങ്കിലും ശരിയാവില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി കണ്ടിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഈ ഒരു കേക്ക് ഇത്രയും ദിവസം നിങ്ങൾ കേക്ക് ചെയ്തത് പോട്ടെ ഈ ഒരു കേക്ക് ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓവനിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ടൈമർ 35-40 മിനിറ്റത്തേക്കാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു 35 to 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ കേക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഗനാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തത് കേട്ടോ. ഈ സെയിം മെത്തേഡ് തന്നെയാണ് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ചായപാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ചൊന്ന് ചൂടാക്കുവാണ്. വെള്ളം ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയൊരു കിണ്ണം ആ ഒരു ചായപാത്രത്തിനകത്തോട് ഞാൻ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു കഷ്ണം ചോക്ലേറ്റും പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റിൻ്റെ കണക്ക് പറഞ്ഞുതരാം. ഒരു കേക്ക് ഫുള്ള് നമുക്ക് ഗനാഷ് ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ചോക്ലേറ്റ് നല്ല എന്താവും തിക്നെസ് ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിന് ഒരു തിക്നെസ് കുറവായിരിക്കും കേട്ടോ, വെള്ളം കണക്കിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് 1 കപ്പ് ക്രീം എടുത്തിട്ട് 1/2 കപ്പോളം നമ്മുടെ 1 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ട് 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഇതുപോലെ ഇച്ചിരി തിക്നെസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു എമൗണ്ടിലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഞട്ടി ബബിൾ കേക്കിൻ്റെ സ്പഞ്ച് തയ്യാറാക്കി വെച്ചില്ല, അത് നമുക്ക് ഐസിങ് ചെയ്യാം. ഞാനിതാ ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ബോർഡ് എടുത്തതിന് ശേഷം നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്ന കണക്ക് തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ക്രീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഞട്ടി ബബിൾ കേക്കിന് വിപ്പിംഗ് ക്രീമൊക്കെ സാധാ വിപ്പിംഗ് ക്രീം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ ബൂസ്റ്റൊന്നും ചേർത്തില്ല, സാധാ വിപ്പിംഗ് ക്രീം തന്നെയാണ്. അപ്പോൾ ഞട്ടി ബബിൾ കേക്ക് ആകുമ്പോൾ ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരു മിക്സ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ബൂസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിപ്പിംഗ് ക്രീമിലൊന്ന് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഓരോ ലെയറിലും നമ്മൾ സാധാ ഷുഗർ സിറപ്പ് തന്നെയാണ് ഞട്ടി ബബിൾ കേക്കിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഓരോ ലെയറായിട്ട് ഐസിങ് ചെയ്യുന്ന കാര്യം പറയണ്ടല്ലോ, നമ്മൾ ഐസിങ് ചെയ്യുന്നത് നമ്മളിപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ടാണ് ഐസിങ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറിലും ഷുഗർ സിറപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്രീമും ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ വീഡിയോസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇനി ഐസിങ് ആർക്കെങ്കിലും ശരിയാവണമെന്നുണ്ടെങ്കിൽ അത് ശരിയാവട്ടെ എന്ന് കരുതിയിട്ടാണ്.
ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ എന്താണ് ഷുഗർ സിറപ്പ് എടുത്തിട്ട് ഫുള്ളൊന്നും എന്ത് ചെയ്യാം, ഐസിങ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഐസിങ് ചെയ്യാൻ നേരം ഞാൻ പാലറ്റ് നൈഫിൽ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം സൈഡിലേക്ക് ചുടുത്തിട്ടാണ് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന ഒരേ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ കൂടുതൽ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അതേ കണക്കൊന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഓക്കെ, സൈഡെല്ലാം ക്ലിയർ ചെയ്ത് നമുക്കിനി ടോപ്പും കൂടെ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സോഫ്റ്റായിട്ട് ഒന്ന് എന്ത് ചെയ്യാണ്, ഒന്ന് ആ മുകൾ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുവാണേ. പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സൈഡിലേക്ക് നമ്മൾ ഞട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നട്ട്സൊക്കെ നമ്മൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഭയങ്കര ആ സൈഡ് നാട്ടി ബബിൾ കേക്കിൻ്റെ സൈഡൊക്കെ നമ്മൾ അത്ര പെർഫെക്ഷൻ വരുത്തേണ്ട കാര്യമില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചോക്ലേറ്റ്സ് പിന്നെ നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന കേക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഒരുപാട് അങ്ങ് ക്ലിയർ ആക്കി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നട്ട്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുകയല്ലേ, ഒരുപാട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമ്മുടെ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് നട്ട്സ് ഒന്ന് വെച്ച് കൊടുക്കണം. നട്ട്സായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോക്കോ ചിപ്സ്, ഡാർക്ക് കളറുള്ള ചോക്കോ ചിപ്സും ബദാമും കാഷ്യൂ നട്ട്സും കൂടെയാണ്. കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു കപ്പായിട്ട് എടുത്തിട്ട് എല്ലാം കൂടെ ആയിട്ട് ഒരു കപ്പ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ സൈഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നട്ടി ബബിൾ കേക്ക് എന്ന് പറയുമ്പോൾ നട്ട്സ് നമ്മൾ കേക്കിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു ഡാർക്ക് കളറിലുള്ള ഒരു ചോക്കോ ചിപ്സും കൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കാണാൻ നല്ലൊരു ഭംഗി തന്നെയായിരിക്കും.
അപ്പോൾ താണ്ടേ ഞാൻ കേക്കിൻ്റെ ടോപ്പിലേക്കൊന്ന് പേരെഴുതാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലിഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ആ സൈഡിലാണ് പേരെഴുതാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് നമ്മൾ തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഞാൻ ചെറിയൊരു ഗനാഷ് തയ്യാറാക്കണമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് വീണ്ടും കാണിക്കാത്തത്. ഗനാഷ് തയ്യാറാക്കിയിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ചെറുതും വലുതുമായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിറയെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ കണക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബൂസ്റ്റ് നമുക്ക് ഒരു അരിപ്പയിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ആ ബബിൾസിൻ്റെ മുകളിലും എല്ലായിടത്തും നല്ല ബൂസ്റ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ബബിൾസിൻ്റെ മുകളിലേക്ക് വീണ്ടും എന്ത് ചെയ്യുക, വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വീണ്ടും എന്ത് ചെയ്യുക, ഇതുപോലെ ഡോട്ടഡായിട്ട് വെച്ച് കൊടുക്കുക. ബബിൾസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ബബിൾസ് ആദ്യം ചെയ്ത ബബിൾസ് ഇല്ലേ, അതിൻ്റെ പുറത്ത് നമ്മൾ ബൂസ്റ്റ് ഇട്ടു. ആ ബൂസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ ആ ബൂസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ആ ബബിൾസ് എല്ലാം ഒട്ടും കാണാത്ത തരത്തിൽ പോലെ ആയി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ ബബിളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന തരത്തിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആ ബബിൾസിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നട്ടി ബബിൾ കേക്ക് എന്ന് പറയുന്നത്. നമ്മൾ നട്ട്സും ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ബബിൾസും ചെയ്യുന്നതിനാണ്. പിന്നെ ബൂസ്റ്റിൻ്റെ ഒരു മിക്സാണ് നമ്മുടെ നട്ടി ബബിൾ കേക്ക് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.